ഈ കാണുന്നതെല്ലാം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഫ്ലഡിൽ ഉണ്ടായ സംഭവം കേട്ടോ. മണാലിയുടെ കുറേ റോഡ് ഒലിച്ചു പോയി. ഇപ്രാവശ്യം ഒരു ബ്രിഡ്ജിൻ്റെ മേലെ മൊത്തം ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായിട്ട് അതിൻ്റെ മേലെ പാറയൊക്കെ വന്ന് വീണിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ ക്ലിയർ ചെയ്തു. 1 or 2 ഡേയ്സിൻ്റെ ഉള്ളിൽ അവർ ക്ലിയർ ചെയ്തു. ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് തന്നെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അവരിനിപ്പോൾ റീകൺസ്ട്രക്ഷൻ ചെയ്യണമെന്ന് തോന്നുന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ. നോക്കട്ടെ. യെസ് അത് തന്നെ. പണ്ട് വെറും മണ്ണിട്ടിട്ടുള്ള റോഡായിരുന്നു, അതൊക്കെ ഒലിച്ചു പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് റീകൺസ്ട്രക്ഷൻ ചെയ്യുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഏതുവരെ പോയിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഈ റോഡുകളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടെന്ന് അറിയില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അതിൻ്റെയൊക്കെ പിക്ചർ, ഏരിയൽ ഷോട്ട്സ് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ നമുക്ക് ഡ്രോപ്പ് ചെയ്തത്. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് നദി. മണാലിയിലത്തെ മെയിൻ റിവറാണിത്. ഉണ്ടല്ലോ, ഈ ഭാഗത്തൊക്കെ കുറേ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് വൺ സൈഡ് ട്രാഫിക് അലോ ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിഞ്ഞ് പോകാൻ നിൽക്കണം. ഇനി ചണ്ഡീഗഡിലേക്ക് കയറണം. ചണ്ഡീഗഡിൽ കയറാൻ ഇനിയിപ്പോൾ ഒരു 5 or 46 minutes എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് മണ്ഡി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് ഹിമാചലിൽ തന്നെയുള്ള സ്ഥലമാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 150 കിലോമീറ്ററിൽ താഴെയാണെന്ന് തോന്നുന്നു. 2 ദിവസം ഞാൻ മണാലിൽ തന്നെ സ്റ്റേ ചെയ്തിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ റെസ്റ്റ് വേണം. ഓൾമോസ്റ്റ് 10 days ഞാൻ റെസ്റ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ ഇവിടെ താമസിച്ചത് ഒരു ഹോസ്റ്റലർന്ന് പറഞ്ഞ ഹോസ്റ്റൽ ഇതിലായിരുന്നു. ഞാൻ ബേസിക്കലി ഇവിടെ വന്ന ഒരു റൂം എടുത്തു. എനിക്കതങ്ങ് റൂം ഇഷ്ടപ്പെട്ടില്ല. ഒരു റേറ്റും കൂടുതൽ, ഒരുമാതിരി വൃത്തിയില്ലായിരുന്നു കുറച്ച്. അതുകൊണ്ട് ഞാൻ ഹോസ്റ്റൽ എടുത്തു. 2 ദിവസം കിടന്നുറങ്ങി, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. എവിടേക്കും പോകാൻ നിന്നില്ല. കുറച്ച് ഞാൻ പുറത്ത് കഫേ ഹോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. വേറെ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ഒന്നും ചെയ്തില്ല. 3-4 സ്ഥലങ്ങളിൽ ഞാൻ പോയി കഴിഞ്ഞ വർഷം വന്നിട്ട്. സോ ഇപ്രാവശ്യം അങ്ങനെ എവിടേക്കും പോകണം എന്ന് തോന്നിയില്ല. ഞാൻ മാൾ റോഡ് കുറച്ച് കറങ്ങി, കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, അത്രയൊക്കെ തന്നെ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക എക്സ്പ്ലോറേഷൻ ഒന്നും മണാലിയിൽ നിന്നില്ല. കാരണം എനിക്ക് റെസ്റ്റ് കുറച്ച് ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ബോഡി വാസ് ക്രേവിങ് ഫോർ സം റെസ്റ്റ്. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ശരിക്കും പേടിപ്പിച്ച ഒരു നദിയാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തൊഴുക്ക് അങ്ങനെയാണ്. ഇതൊക്കെ ഇപ്പോൾ കിട്ടിയതാണെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ ഇടിഞ്ഞു പോയ സ്ഥലം കണ്ടില്ലേ. ഫുൾ ഈ സൈഡെല്ലാം ഇടിഞ്ഞു പോയതാണ് കഴിഞ്ഞ വർഷത്തെ ഫ്ലഡും ലാൻഡ് സ്ലൈഡും എല്ലാം കൂടി ഉണ്ടായിരുന്നു. ഈ നദി ഭയങ്കര, ചില സമയത്ത് ഭയങ്കര ഒഴുക്കാണ്. ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും. ലാസ്റ്റ് ടൈം വന്നപ്പോൾ രാവിലെ എത്തിയപ്പോൾ ഇവിടെ കറക്റ്റ് മണാലി എത്തി. ഒരു 7 മണിയാകുമ്പോൾ മണാലി എത്തി. അപ്പം ഞാൻ കാണുന്ന കാഴ്ച ഫുള്ള് ഫോഴ്സിലാണ് നദി ഒഴുകുണ്ടായിരുന്നത്. ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഇതെന്താ സിറ്റുവേഷൻ എന്നറിയില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ഐഡിയയും കാണില്ല. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഇവിടെ താമസിച്ച ഹോസ്റ്റലിൻ്റെ വ്യൂ നല്ലതായിരുന്നു. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ബാൽക്കണിയുള്ള റൂമായിരുന്നു ബുക്ക് ചെയ്തത്. സോ നല്ല വ്യൂ ആയിരുന്നു കാണാൻ. എന്താ പറയുക, ഫോഗൊക്കെ കയറി ചില സമയത്ത് അപ്പുറത്തുള്ള മലയൊന്നും കാണാതാവും. നല്ല രസമായിരുന്നു. ഞാൻ കുറച്ച് ടൈം ലാപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. അവിടെ നിന്നിരുന്ന് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇപ്പോൾ നോക്കട്ടെ, എവിടെന്നെങ്കിലും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കണം. സോ ബേസിക്കലി നമ്മൾ ചണ്ഡീഗഡ് എത്തി. ചണ്ഡീഗഡ് സിറ്റിയിലേക്ക് കയറിയിരിക്കുകയാണ്. സോ ഞാൻ എടുത്തിരിക്കുന്ന റൂമിൽ നിന്ന് ഇവിടുന്ന് ഏകദേശം 24 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ബൈക്ക് പാർസൽ ചെയ്യണം. നാളെ സൺഡേ ആണ്, September 8th. നാളെ തന്നെയാണ് എനിക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ഉള്ളത്. വണ്ടിയൊക്കെ ഒന്ന് കഴുകാനുണ്ട്, കഴുകി ഒന്ന് പാക്ക് ചെയ്യണം നല്ല രീതിയിൽ. സോ അതെല്ലാം അവർ ചെയ്തു തരും. ബട്ട് സ്റ്റിൽ നമ്മൾ കൂടെ നിൽക്കണം. ഫസ്റ്റ് റാപ്പ് മൊത്തം ബബിൾ റാപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് ഇത് വരാതിരിക്കാൻ, അതായത് സ്ക്രാച്ചസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റാപ്പ് ഇടണം. പിന്നെ അതിൻ്റെ മേലെയാണ് ശരിക്കത്തെ മറ്റേ എന്താ പറയുക കാർബോർഡും ഇതൊക്കെ ഉള്ള റാപ്പ് വരുന്നത്. എനിക്ക് ഇവിടുത്തെ അലോയ് കൾച്ചർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏത് വണ്ടി വാങ്ങിച്ചാലും ഒരു അലോയ് മാറ്റി. കമ്പനി തരുന്ന അലോയ് ആർക്ക് വേണം, എടുത്തങ്ങ് ദൂരെ കളയും. എന്നിട്ട് അവരുടേതായിട്ടുള്ള തന്നെ അലോയ്സ് എടുത്തിട്ട് വളരെ ചുരുക്കം കാറുകളാണെന്ന് തോന്നുന്നു എനിക്ക് കമ്പനി ഫിറ്റഡ് അലോയ്സ് ഇട്ടിട്ടുള്ളത്. ചണ്ഡീഗഡ് പട്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. ഞാൻ താമസിക്കുന്ന ഇടയിലാണ്. ട്രീ പോയിന്റ് ഹോട്ടൽ അവിടെ നോക്കിയിരിക്കുന്നത്. ഷിമ്മിൽ അവിടെ 119. വരുന്ന വഴിയിലായിരുന്നല്ലോ. സിറക്പൂർ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. 20 കിലോമീറ്റർ കറക്റ്റാണ്.
ദരിയ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അതിൻ്റെ ഏകദേശം അവിടെ തന്നെയാണ് നമ്മുടെ സേഫ് എക്സ്പ്രസിൻ്റെ ഗോഡൗൺ ഉള്ളതും. ഞാൻ അവിടെ എടുക്കാതിരുന്നതിൻ്റെ കാരണം അവിടെ അത്തിരി അത്രയ്ക്ക് നല്ല ഹോട്ടലുകളൊന്നും കണ്ടില്ല. സോ നമ്മൾ പ്രൈസ് ടു ക്വാളിറ്റി റേഷ്യോ ആണ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഇത് അത്രയ്ക്ക് വലിയ ട്രാഫിക് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു ലേ ഔട്ട് കാരണം കൊണ്ടാണ് തോന്നുന്നു. ബാംഗ്ലൂരിൻ്റെ സ്ട്രക്ചർ വീണടം വിഷ്ണു ലോകം എന്നുള്ളൊരു സ്ട്രക്ചറാണ്. എവിടെയാണ് റോഡ് ഉണ്ടാക്കാൻ പറ്റുക അവിടെയൊക്കെ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെ ഫ്ലാറ്റ് ഉണ്ടാക്കാൻ പറ്റുക അവിടെയൊക്കെ ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ആൾക്കാർ കുറേ ചായക്കടയും ഇട്ടിട്ടുണ്ട്. മൊഹാലി, ഓക്കെ, മൊഹാലി ഇപ്പോൾ സ്റ്റേഡിയമൊക്കെ ഇവിടെ ആയിരിക്കും തോന്നുന്നു. മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയം. സോ നമ്മളെ ട്രിപ്പിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞു. ഇനി നേരെ വീട്ടിൽ പോവാണ്. ഞാൻ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നു. ഒരു ഇതുപോലും തെറ്റിയില്ല. 3 days ബഫർ ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ബഫർ ടൈം എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ബഫർ ടൈം എന്തിനാണ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ദർ ഈസ് എനി ലാൻഡ് സ്ലൈഡ് ഓർ റോഡ് ബ്ലോക്ക് സംവെയർ അറൗണ്ട് ലേയോ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിലോ അല്ലോട് വന്നു കഴിഞ്ഞാൽ അത് കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ 3 days ബഫർ ടൈം. സോ നമുക്കത് വേണ്ടി വന്നില്ല ബേസിക്കലി. സോ ഞാൻ വന്ന് റെസ്റ്റ് എടുത്തു മണാലിയിൽ. അതായിരുന്നു എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഡിസിഷൻ. എന്തായാലും വണ്ടി എത്താൻ 5 ദിവസം എടുക്കും, മിനിമം 5 ദിവസം എടുക്കും സേഫ് എക്സ്പ്രസ് വഴി. സോ അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ചെറിയൊരു മെയിൻ്റനൻസ് ഉണ്ടാവണം. പൊട്ടിയ ഭാഗങ്ങൾ ക്രാഷ് ഗാർഡും പിന്നെ നമ്പർ പ്ലേറ്റും ഒന്നും മാറ്റണം. സോ അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് വണ്ടി ശരിക്കും നമ്മൾ ഓടിക്കുള്ളൂ.